ഒരു കപ്പ് റവ ഉണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് വെറൈറ്റി ആക്കിയാലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിന് കറിയൊന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. അപ്പോൾ വീട്ടിലുള്ളവർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഒന്ന് കണ്ടോക്കിയാലോ. അതിനായിട്ടൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം സവാള ഇട്ട് കൊടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞ് സവാള ഇട്ട് കൊടുക്കാം. അതേപോലെ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക്, കുറച്ച് ഉപ്പ്, ഇതൊക്കെ ഇട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. റവ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്ത് കൊടുക്കാം. വറുത്ത് കൊടുത്തതിനാൽ ഇത് വേവാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പം ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. സാധാരണ ഉപ്മാവാക്കുന്ന അതേപോലെ തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചിട്ട് ചൂടാറാനായിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കാം, എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ റവയുടെ ഉണ്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. മസാല എല്ലാത്തിലും പിടിക്കാനായിട്ട് കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. പക്ഷേ ഇങ്ങനെയല്ല, കുറച്ചുകൂടി നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ചും കൂടി ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കാം. നല്ലപോലെ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതാ കുറച്ചും കൂടി പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോഴേക്കും നമ്മുടെ തേങ്ങയെല്ലാം നല്ല പോലെ മുരിഞ്ഞ് കിട്ടും. ആ ഒരു ടേസ്റ്റ് എന്തായാലും ഇതിനുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ പെട്ടെന്ന് തന്നെ കഴിയുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം. താങ്ക് യു.